വോട്ടെണ്ണലിന് ഇടയ്ക്കൊരു ഘട്ടത്തിൽ ബി.ജെ.പിക്ക് മുകളിൽ ലീഡ് നേടിയ ആശ്വാസം ഒഴിച്ചാൽ ആം ആദ്മി പാർട്ടി അവർ ജന്മം കൊണ്ട മണ്ണിൽ തന്നെ മുഖമടച്ച് വീണു. ഫ്രീബീസിന്റെ പുത്തൻ പ്രഖ്യാപനങ്ങൾ കുറിയേറ്റില്ല. ഒന്നാമനും രണ്ടാമനും വീണു. കാൽ നൂറ്റാണ്ടിന് ശേഷം 27 വർഷങ്ങൾക്ക് ശേഷം രാജ്യതലസ്ഥാനത്ത് തലപ്പൊക്കത്തിലാണ് താമര പാർട്ടിയുടെ നിൽപ്പ്. ഭ്രഷ്ടാചാർ കാ ഏക് ഹി കാൽ, കെജ്രിവാൾ. അഴിമതിക്കാരുടെ അന്തകനാരാണ്? അത് കെജ്രിവാൾ മാത്രമാണ് എന്ന് 2013 മുദ്രാവാക്യം മുഴക്കിയവർ, അഴിമതിയെ തുടച്ചു നീക്കാൻ ചൂലെടുത്ത് പോരാട്ടം പ്രഖ്യാപിച്ച നേതാവും പാർട്ടിയും അഴിമതി ആരോപണങ്ങളിൽ മറിഞ്ഞു വീണത് വിധി വൈപരീത്യമാണ്. യഥാർത്ഥത്തിൽ മാരകമായത് ആരോപിക്കപ്പെട്ട മദ്യനയത്തിലെ അഴിമതിയല്ല, അത് ഷീഷ മഹലാണ്. കോടികൾ മുടക്കി മോടി പിടിപ്പിച്ച ആഡംബര വീട്, അത് ബി.ജെ.പിയുടെയും കോൺഗ്രസിന്റെയും മാത്രം രാഷ്ട്രീയാരോപണമായിരുന്നില്ല. രാഷ്ട്രീയത്തെ അടിമുടി മാറ്റാൻ ഇറങ്ങിപ്പുറപ്പെട്ട അരവിന്ദിനെ രാഷ്ട്രീയം മാറ്റിമറിച്ച കാഴ്ച കണ്ടു ഡൽഹി. അന്നു ഞാൻ ഡൽഹിയിൽ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ റിപ്പോർട്ടറാണ്. കൗസംബിയിലെ വീട്ടിൽ നിന്നും മെട്രോയിൽ കയറി ഡൽഹി സെക്രട്ടേറിയറ്റിലേക്ക് യാത്ര പുറപ്പെട്ട അരവിന്ദ് കെജ്രിവാളിനെ കണ്ടതാണ്. വഴിയൊരു വാഗണർ കാറിൽ ഓഫീസിലേക്ക് എത്തിയ അരവിന്ദ് കെജ്രിവാളിനെ അധികാരം മാറ്റിമറിച്ചു. അഴിമതി ആരോപണങ്ങൾ, ജയിൽവാസങ്ങൾ, തുടർച്ചയിൽ വന്ന ശീഷ് മഹൽ ചിത്രങ്ങൾ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി. അസാധ്യമെന്ന് അന്നു കരുതിയ ഷീലാ ദീക്ഷിത്തിന്റെ പരാജയം സാധ്യമാക്കിയ കെജ്രിവാൾ അതേ ന്യൂഡൽഹിയിൽ പരാജയപ്പെട്ടു നിൽക്കുമ്പോൾ പഴയ ധാർമ്മിക പ്രതിച്ഛായുള്ള നേതാവല്ല. ആ പരാജയമുയർത്തുന്ന ചോദ്യങ്ങൾ നിരവധി. ബ്രാൻഡ് കെജ്രിവാളിൽ മാത്രം ആശ്രയിക്കുന്ന പാർട്ടി ആ ബ്രാൻഡ് അഭാവത്തിൽ അതിജീവിക്കുന്നത് എങ്ങനെയാണ്? പരസ്പരം നേർക്കുനേർ നിൽക്കാനാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി എന്താണ്? കൂടെ നടന്ന് വളർത്തിയെടുത്ത ബദൽ രാഷ്ട്രീയത്തിന്റെ കഥ ഡൽഹിക്കാർ തന്നെ അവസാനിപ്പിക്കുമ്പോൾ അസ്തമിക്കുന്നു സമകാലിക രാഷ്ട്രീയത്തിൽ ഏറ്റവും ആഘോഷിക്കപ്പെട്ട രാഷ്ട്രീയക്കാരൻ അരവിന്ദ് കെജ്രിവാൾ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം.